എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒഡീഷയുടെ സ്പെഷ്യൽ ട്രഡീഷണൽ സ്വീറ്റായ ചെന്നപ്പോട ഉണ്ടാക്കാം. ഞാൻ കുറേ വീഡിയോസ് കണ്ട് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 1.5 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പനീറാക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ തിളച്ച് വരുമ്പോൾ ലെമൺ ജ്യൂസോ വിനാഗിരിയോ ചേർത്തിട്ട് നമുക്കിതൊന്ന് പിരിയിച്ചെടുക്കണം. വിനാഗിരി ഒഴിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ പാൽ ഇതേപോലെ നമുക്ക് പിരിഞ്ഞ് കിട്ടും. ഇനി ഇതൊരു സ്ട്രൈനറിലോട്ട് മാറ്റിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കഴുകിയെടുക്കണം. നമ്മൾ ഒഴിച്ച വിനാഗിരിയുടെ പുളിയൊന്ന് മാറിപ്പോവാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കുന്നത്. ഇതിപ്പോൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിലോട്ട് മാറ്റാം. ഒരുപാട് നേരമൊന്നും ഇത് ഡ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് ഉപ്പും ചേർത്തിട്ട് കൈകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് കൈകൊണ്ട് ചെയ്യുമ്പോൾ പനീറൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുകയും പഞ്ചസാര അലിഞ്ഞിട്ടും വരും. ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പഞ്ചസാര അലിയുന്നത് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ മിക്സാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇനി ഒരു 3 ഏലക്കയുടെ കുരു ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി അല്ല, കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസിയാണ് നമുക്കിത് വേണ്ടത്. ഇനി ഇതിലേക്ക് നേരത്തെ പനീർ തയ്യാറാക്കുമ്പോൾ ഉണ്ടായ ആ ഒരു വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇത് കൺസിസ്റ്റൻസി നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരു 1/4 കപ്പ് വരെ നമുക്ക് വേണ്ടി വരും. ഇത് ഈ ഒരു പാകമായിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വാട്ടർ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ബദാമോ കാഷ്യൂസോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ബദാമും 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് നെയ്യ് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ചെറിയ പാത്രമാണെങ്കിൽ നല്ല തിക്കായിട്ട് നമുക്കിത് കിട്ടും. ഞാനിപ്പോൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കൊണ്ട് അത്രത്തോളം തിക്കായിട്ടൊന്നും വന്നിട്ടില്ല. ഇനി നമുക്കിതൊന്ന് സ്പൂൺ വെച്ചിട്ട് ലെവൽ ചെയ്തെടുക്കാം. ഞാനിവിടെ ഓവൺ ഇല്ലാതെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് 5 മിനിറ്റ് മുമ്പ് തന്നെ ഈ ഒരു ചട്ടി പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബേക്കിംഗ് ടിന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് വരെ നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കുക്കാക്കി ഇട്ടിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാം. അങ്ങനെ ഓവണൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെന്നപ്പോട ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണിത്. എനിക്ക് ഈ ഒരു റെസിപ്പി നല്ലതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ സൈഡിലും ബാക്കിലും നല്ലതുപോലെ ബ്രൗൺ കളർ ആവുന്നതാണ് ഇതിൻ്റെ ഒരു പാകം. ഓവണിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ നല്ലതുപോലെ തന്നെ മുകൾ ഭാഗവും കളറായി കിട്ടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായും പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. Thank you.